ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രത്യേകതയാണ് ഈസ്റ്റർ എഗ്സ് അഥവാ ഈസ്റ്റർ മുട്ടകൾ. പ്രത്യുൽപാദനത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും പരമ്പരാഗത ചിഹ്നങ്ങളാണ് മുട്ടകൾ. യേശുവിൻ്റെ പുനരുദ്ധാനത്തെയാണ് ഈ മുട്ടകൾ സൂചിപ്പിക്കുന്നതെങ്കിലും അലങ്കാര മുട്ടകളായ ഇവയുടെ ചരിത്രം ക്രിസ്തുവിന് മുമ്പാണ് ആരംഭിക്കുന്നത്. പാസ്കൽ മുട്ടകൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈസ്റ്റർ മുട്ടകളുടെ ചരിത്രം വിശദമായി അറിയാം. ചായം പൂശിയ ചിക്കൻ മുട്ടകളാണ് ഈസ്റ്റർ എഗ് ആയി ഉപയോഗിക്കുന്നത്. പരമ്പരാഗതമായി ഇതാണ് രീതി. എന്നാൽ നിറമുള്ള ഫോയിൽ പേപ്പറുകൾ കൊണ്ട് പൊതിഞ്ഞ മുട്ടകളും തടിയിൽ നിർമ്മിച്ച മുട്ടകളും ചോക്ലേറ്റ് നിറച്ച പ്ലാസ്റ്റിക് മുട്ടകളൊക്കെ ഇക്കാലത്ത് പതിവായി കഴിഞ്ഞു. മുട്ടത്തോടുകൾ അലങ്കരിക്കുന്ന പതിവ് പ്രാചീനമാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള 60,000 വർഷം പഴക്കമുള്ള അലങ്കരിച്ച ഒട്ടകപക്ഷിയുടെ മുട്ടകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രാതീത കാലം മുമ്പുള്ള ഈജിപ്തിലും മെസപ്പൊട്ടേമിയയിലും മുട്ടകൾ മരണവും പുനർജനവുമായി ബന്ധപ്പെട്ടതാണ്. ഈജിപ്തിലെ ഫറവോമാരുടെ കല്ലറകളിൽ നിന്നും അലങ്കരിക്കപ്പെട്ട മുട്ടകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പതിവിൽ നിന്നാവാം ഈസ്റ്റർ മുട്ടകളുടെ വരവ് എന്നാണ് വിലയിരുത്തൽ. മെസപ്പൊട്ടേമിയയിൽ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈസ്റ്റർ മുട്ടകൾ എന്ന പതിവ് തുടങ്ങുന്നത്. അലങ്കാര മുട്ടകൾ എന്ന പതിവിനെ ചുവന്ന ചായം പൂശി അവർ യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ രക്തവും അദ്ദേഹത്തിൻ്റെ കുരിശുമരണമാണ് ചുവന്ന ചായത്തിലൂടെ മെസപ്പൊട്ടേമിയൻ ക്രിസ്ത്യാനികൾ അടയാളപ്പെടുത്തിയത്. ഇത് ക്രിസ്ത്യൻ സഭകൾ ഏറ്റെടുത്തു. മെസപ്പൊട്ടേമിയക്കാർ ചുവന്ന ചായം മാത്രമാണ് മുട്ടയിൽ തേച്ചതെങ്കിൽ പല നാട്ടുകാർ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. പല നിറത്തിലുള്ള പല രീതിയിലും ഈസ്റ്റർ മുട്ടകൾ ലോകമെങ്ങും പ്രചരിച്ചത്. മുട്ടകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഗെയിമുകളും പല സംസ്കാരവും ഉണ്ട്. ജീവിതത്തിലെ ഓരോ വീഴ്ചയിലും സ്വയം ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ഓരോ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഈസ്റ്റർ.